അക്കൂസ് വ്ലോഗ് ആർപ്പൂക്കരയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡേ ടൈം കുറച്ച് സമയമാണ് കാണിക്കുന്നത്. ഇപ്പം രാവിലെ ഒരു 11 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. രാവിലത്തെ നല്ല മഴയായിരുന്നു. നല്ല മഴയ്ക്ക് ശേഷം ഒന്ന് തെളിഞ്ഞതാണ്. നമ്മളിന്ന് കോട്ടയം പുതുപ്പള്ളി കാടമുറി എന്ന് പറയുന്ന സ്ഥലത്തോട്ടൊന്ന് പോവുകയാണ്. അവിടെ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് മെഡിക്കൽ കോളേജ് വഴിയാണ്. മെഡിക്കൽ കോളേജ് റൂട്ടാണ് ഈ കാണുന്നത്. പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ വാഗണർ എടുത്തിട്ട് 2018 എടുത്താണ്. അപ്പോൾ ഇപ്പോൾ ഒരു 6 വർഷത്തോളം ആകുന്നു. അപ്പോൾ വണ്ടിക്ക് കുറച്ച് പണി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വർക്ക്ഷോപ്പിൽ കാണിക്കാമെന്ന് വെച്ചാണ് പോകുന്നത്. അപ്പോൾ കാടമുറി വരെ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഹസ്ബൻഡിന് ഒരു കൂട്ടുകാരനുണ്ട്. ഇത് തിരുവഞ്ചൂർ പൂവത്തുംമൂട് പാലമാണ്. തിരുവഞ്ചൂർ കഴിഞ്ഞ് പൂവത്തുംമൂട് പാലമാണ്. അപ്പം ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനുണ്ട്. കൂട്ടുകാരൻ്റെ നല്ല വിശ്വസ്തയായ ഒരാളാണ്. നമുക്ക് നല്ല വണ്ടിയൊക്കെ നല്ല വിശ്വസിച്ച് ഏൽപ്പിക്കാം. അപ്പോൾ അതുകൊണ്ട് അവിടം വരെ ഒന്നുകൊണ്ട് വണ്ടി ഒന്ന് കാണിച്ച് എന്തൊക്കെ പണിയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് അവിടം വരെ പോകുന്നത്. ഇത് മണർകാട് വഴിയാണ് നമ്മൾ പോകുന്നത്. മണർകാട് ബസ് സ്റ്റോപ്പിൻ്റെ അകത്തൂടെയാണ് ഇപ്പം നമ്മൾ ഇറങ്ങുന്നത്. ഇത് നേരെ നമ്മൾ കാടമുറി നരസിംഹസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് എത്തുവാണ്. കാടമുറി അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഫ്രണ്ടിൻ്റെ വീട്. അഭിലാഷ് എന്നാണ് പേര്. ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തോട്ട് എത്തുവാണ്. അപ്പം നമ്മൾ പോയി വണ്ടിയെല്ലാം കാണിച്ചു. വണ്ടിയുടെ കംപ്ലൈൻ്റ് ഒക്കെ മനസ്സിലായി. അപ്പോൾ ഇനി വണ്ടി ഉടനെ തന്നെ പണിക്ക് കയറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 വർഷമൊക്കെ ആയില്ലേ. അപ്പം വണ്ടിക്ക് നന്നായിട്ട് പണി വന്നിട്ടുണ്ട്. കാരണം നന്നായിട്ട് ഓടിയ വണ്ടിയാണ്. ഞങ്ങൾ പളനി ട്രിപ്പൊക്കെ പോകുന്നത് ഈ വണ്ടിയിലാണ്. നമ്മൾ വേറെ വണ്ടി വിളിച്ചല്ല പോകുന്നത്. അപ്പം 3-4 പ്രാവശ്യമൊക്കെ നമ്മൾ പളനിക്കൊക്കെ പോയത് നമ്മുടെ ഈ വണ്ടിയിൽ തന്നെയാണ്. കൂടുതൽ ലോങ് ട്രിപ്പാണ് ഓടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ 6 വർഷമായി. അതുകൊണ്ട് ആണ് വണ്ടിക്ക് പണിയായിരിക്കുന്നത്. അപ്പം നമ്മൾ തിരിച്ചു പോരുവാണ്. അഭിലാഷിനെ കണ്ടിട്ട് ഫ്രണ്ടിനെ കണ്ടിട്ട് തിരിച്ചു പോരുവാണ്. നല്ല മഴയാണ്. റോഡിലോട്ടൊക്കെ നോക്കാൻ പറ്റില്ല, അതുപോലത്തെ മഴയാണ്. അവിടുന്ന് ഞങ്ങൾ നേരെ റിലയൻസിലേക്ക് വന്നു. കോട്ടയം റിലയൻസിൽ വന്നു. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പം കുറച്ച് ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എല്ലാം കൂടെ ഒക്കെ നോക്കിയെടുക്കാനും ഒക്കെയുള്ള സമയമില്ലായിരുന്നു. കാരണം ഞങ്ങൾ റിലയൻസ് വന്നപ്പോൾ തന്നെ ഒരുവിധം സന്ധ്യയാകാറായിരുന്നു. അപ്പോൾ പിന്നെ ഒത്തിരി സാധനങ്ങളൊന്നും നമുക്ക് മേടിക്കാൻ പറ്റിയില്ല. അത്യാവശ്യം വേണ്ടത് മാത്രം നമ്മൾ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് പോകുന്നു. മോൻ്റെ ബാഗ് വേണം, അതിന് ഏറ്റവും അത്യാവശ്യം അതായിരുന്നു. അപ്പം ബാഗ് വാങ്ങിച്ച് ബാക്കി അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ തിരികെ പോരുവാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതും വരെ ബൈ ബൈ.